അസ്വാഭാവികമായി ചില ദിവസങ്ങളിൽ ഭഗവാന്റെ വിഗ്രഹ രൂപങ്ങളൊക്കെ നോക്കുമ്പോൾ കണ്ണൻ നമ്മളെ തന്നെ നോക്കുന്നതായും നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നതായും ഒക്കെ തോന്നാറുണ്ടാവും. ചിലപ്പോൾ നാം തന്നെ മനസ്സിൽ പറയാറുണ്ടാകും, എന്താ കണ്ണ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് എന്നൊക്കെ, അല്ലെ? ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 76. പ്രലോഭനമുണ്ടാക്കുന്നതെല്ലാം ഉപേക്ഷിച്ചാൽ മനസമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുമെന്ന തിരിച്ചറിവാണ് പ്രായോഗിക ജ്ഞാനം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. നമസ്കാരം. ചില സന്ദർഭങ്ങളിലെല്ലാം പലരും പറയുന്നത് കേൾക്കാറില്ലേ, എന്നെ അവിടേക്ക് ഭഗവാൻ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ക്ഷേത്രയാത്ര നടത്തിയത്. എന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളുമെല്ലാം അവിടുന്ന് കേട്ടതുപോലെ എനിക്ക് തോന്നി. ഞാനിപ്പോൾ അതിയായ സന്തോഷത്തിലാണ് എന്നൊക്കെ പലരും പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. നമുക്ക് തന്നെ ചിലപ്പോൾ ആശ്ചര്യം തോന്നും, എന്താ ഇവര് പറയുന്നത് എന്നൊക്കെ. പക്ഷേ അത് ശരിക്കും യാഥാർത്ഥ്യമാണ്. അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ സുഖം എന്താണെന്ന് അറിയുകയുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് പോകുവാൻ സമയമാകുമ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് നൽകുന്ന ചില സൂചനകളെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. വീഡിയോ മൊത്തം കണ്ടതിനു ശേഷം നിങ്ങൾക്കും ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് കേട്ടോ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇതിൽ ആദ്യത്തേത് സ്വപ്ന ദർശനമാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രവും ക്ഷേത്ര പരിസരവുമെല്ലാം സ്ഥിരമായി സ്വപ്നം കാണുക. അവിടെ പോകുന്നതായും ഭഗവാന്റെ ദർശനം ലഭിക്കുന്നതുമെല്ലാം യാഥാർത്ഥ്യം എന്ന രീതിയിൽ നാം സ്വപ്നം കാണുന്നു. കൂടാതെ നാം ഏത് മൂർത്തിയെയാണോ കൂടുതൽ ആരാധിക്കുന്നത് ആ മൂർത്തിയും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്വപ്നങ്ങളിൽ വരുന്നതും സ്വാഭാവികമാണ്. ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഉടൻ തന്നെ ആ ക്ഷേത്രയാത്ര നടത്തിക്കൊള്ളുക. ഭഗവാൻ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട സൂചനകളിൽ ഒന്നാണിത്. ഇനി രണ്ടാമത്തേത്, ഭഗവാന്റെ നാമങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഉരുവിടുവാനുള്ള പ്രചോദനം ഉണ്ടാവുക എന്നതാണ്. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഓം നമോ ഭഗവതേ വാസുദേവായ മുതലായ നാമജപങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അത്രമാത്രം ശ്രേഷ്ഠമാണ്. ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ യഥാർത്ഥമായ കാരണം നാം ആ മൂർത്തിയെ കാണുവാൻ സമയമായി എന്നതിന്റെ സൂചനകളാണ് എന്ന് ഓർത്തുകൊള്ളുക. ഇനി മൂന്നാമതായി പറയുവാൻ പോകുന്ന സൂചന, അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രാർത്ഥനാ വേളകളിലെല്ലാം ഭഗവാന്റെ നാമങ്ങൾ അപ്രതീക്ഷിതമായി കേൾക്കുവാൻ ഇടയാകുന്നത്. ഭഗവാന്റെ നാമങ്ങളും പാട്ടുകളുമെല്ലാം എവിടെയൊക്കെയോ കേൾക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്നു. ആ വേളകളിൽ കണ്ണുകൾ പരിപൂർണമായും അടച്ചാൽ ഭഗവാന്റെ അതിമനോഹരമായ രൂപം നമുക്ക് കാണുവാനായി സാധിക്കും. എത്ര പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മടിക്കാതെ തീർച്ചയായും താഴെ എഴുതുക. ഇനി അടുത്തത് ഭഗവാന്റെ പ്രസാദവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂർത്തിയുടെ ക്ഷേത്രത്തിലെ പ്രസാദം അപ്രതീക്ഷിതമായി ലഭിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിച്ചു എന്ന് കരുതട്ടെ. തീർച്ചയായും 100% ഉറപ്പോടുകൂടി പറയാം, അന്ന് രാത്രി ഭഗവാന്റെ തിരുസ്വരൂപവും ആ തിരുനടയും നമുക്ക് സ്വപ്നം കാണുവാനായി സാധിക്കും. അങ്ങനെയെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, ആ ക്ഷേത്രയാത്ര നടത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സമയമായി. ഇനി പറയുവാൻ പോകുന്നത് നമ്മുടെ വീടുകളിലുള്ള ഭഗവാന്റെ വിഗ്രഹങ്ങളെ പറ്റിയും അതേപോലെ തന്നെ ചിത്രങ്ങളെ പറ്റിയുമാണ്. സാധാരണ നമ്മൾ വീട്ടിലുള്ളപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു 10 വട്ടമെങ്കിലും ഈ വിഗ്രഹങ്ങളിലേക്കും അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ ചിത്രങ്ങളിലേക്കും നോക്കാറുള്ളത് പതിവാണ്, അല്ലെ? പക്ഷെ അങ്ങനെയെല്ലാം നോക്കാറുണ്ടെങ്കിലും അസ്വാഭാവികമായി ചില ദിവസങ്ങളിൽ ഭഗവാന്റെ വിഗ്രഹ രൂപങ്ങളൊക്കെ നോക്കുമ്പോൾ കണ്ണൻ നമ്മളെ തന്നെ നോക്കുന്നതായും നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നതായും ഒക്കെ തോന്നാറുണ്ടാവും. ചിലപ്പോൾ നാം തന്നെ മനസ്സിൽ പറയാറുണ്ടാകും, എന്താ കണ്ണ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് എന്നൊക്കെ, അല്ലെ? ഇങ്ങനെയുള്ള സൂചനകൾ ഇടയ്ക്ക് ലഭിക്കുകയാണ് എങ്കിൽ അടുത്ത ദിവസം തന്നെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്ര സന്നിധിയിലേക്കോ യാത്രകൾ നടത്തിക്കൊള്ളുക. ഭഗവാന് പാൽപായസമോ വെണ്ണയോ ഒക്കെ വഴിപാടാക്കിക്കൊള്ളുക. ഇതേപോലെ ഒട്ടനേകം സൂചനകളും ലക്ഷണങ്ങളും ഭഗവാൻ നമുക്ക് ക്ഷേത്രയാത്രകൾ നടത്താറാകുമ്പോൾ നൽകുന്നതാണ്. അവ തിരിച്ചറിയുന്നതിലാണ് നമ്മൾ ഓരോ ഭക്തജനങ്ങളുടെയും
വിജയമിരിക്കുന്നത്. ചിലപ്പോൾ ആ ഒരൊറ്റ ക്ഷേത്രയാത്ര കൊണ്ട് പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം. നമ്മൾ അത്രമേൽ ആഗ്രഹിച്ച് ഉറപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടന്നേക്കാം. അസുഖങ്ങൾ മാറിയേക്കാം. വീട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടേക്കാം. ആയതിനാൽ ഭഗവാൻ നൽകുന്ന ഒരു സൂചനകളെയും നാം നിസ്സാരമായി കരുതരുത്. ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നും വിശദീകരിച്ചിട്ടില്ല. പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം അത്രമാത്രം ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. പിന്നെ ഇപ്പോ ഞാൻ ശബരിമലയിലാണ്. എന്റെ ശബ്ദത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അസ്വാഭാവികതകൾ നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ ഓർത്തുകൊള്ളുക. ഇവിടെ നല്ല മഴയാണ്, അതേപോലെ തന്നെ പല രീതിയിലുള്ള ശബ്ദ കോലാഹലങ്ങളുണ്ട്. ശാന്തമായിട്ടിരുന്ന് വീഡിയോകൾ ചെയ്യുവാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോ ഉള്ളത്. ഇത്തിരി ഉച്ചത്തിൽ സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് കേൾക്കുവാനായി സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഒരു ശബ്ദ വ്യത്യാസത്തിന് കാരണം കേട്ടോ. തൽക്കാലത്തേക്ക് ഒന്ന് സഹകരിക്കുക. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുക. ഇതേപോലെ ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ, സൂചനകൾ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതും താഴെ എഴുതുവാൻ മറക്കണ്ട കേട്ടോ. കൂടാതെ പരമാവധി മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചു നൽകുക. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള അറിവുകളും ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പാക്കലാം. നന്ദി, നമസ്കാരം.